നാലമ്പല യാത്രയുടെ നാലാമത്തെ ക്ഷേത്രം. അതായത് നമ്മൾ വന്ന നാലാമത്തെ ക്ഷേത്രം. ഓർഡറിൽ പോവേണെങ്കിൽ മൂന്നാമത്തെ ക്ഷേത്രം. അതായത് ലക്ഷ്മണസ്വാമിയെ കണ്ടിട്ട് വേണം ശത്രുഘ്നസ്വാമിയെ കാണാനായിട്ട്. പക്ഷെ നമ്മള് ശത്രുഘ്നസ്വാമിയെ കണ്ടിട്ടാണ് ലക്ഷ്മണസ്വാമിയെ കാണാൻ വന്നത്. അങ്ങനെയാണ് ഞാനിത് ലക്ഷ്മണസ്വാമിയുടെ ശ്രീ മൂഴിക്കുളം ക്ഷേത്രം നാലാമതാണെന്ന് ഞാൻ പറയാൻ കാരണം, തിരുമൂഴിക്കുളം എന്നാണ് പറയുന്നത്. അതായത് മൊഴി ചൊല്ലിക്കൊടുത്ത ക്ഷേത്രം. അതാണ് തിരുമൂഴിക്കുളമായിട്ട് മാറിയത്. ഈ ക്ഷേത്രത്തിലേക്ക് വന്ന സമയത്ത് എനിക്ക് നമ്മുടെ കൂടൽമാണിക്യ ക്ഷേത്രമായിട്ട് ഒരു ടച്ച് തോന്നി. എന്ന് വെച്ചാൽ അകത്ത് അതേപോലെ ഒരു ഫീലാണ് തോന്നിയത്. കാരണം വലിയ ക്ഷേത്രം, അതോടൊപ്പം ഒരു നല്ല വലിയൊരു കൂത്തുപെര ഉണ്ടായിരുന്നു ഈ ഒരു ക്ഷേത്രത്തില്. ഈ കൂത്തുപെരയിൽ ഇരുന്ന് ലക്ഷ്മണൻ മഹാവിഷ്ണുവിനെ പൂജിച്ചു എന്നൊരു സങ്കല്പമുണ്ട്. അത് മാത്രമല്ലാതെ ഈ ഒരു അമ്പലത്തിൻ്റെ വലിപ്പം, അതായത് നമ്മുടെ കൂടൽമാണിക്യ ക്ഷേത്രം പോലെ തന്നെയാണ് ഒരു നല്ലൊരു വലിയൊരു ക്ഷേത്രം. ക്ഷേത്രം മതിൽക്കെട്ടാണെങ്കിലും ശരി, ക്ഷേത്രത്തിനെ നമ്മൾ വലം വയ്ക്കുമ്പോഴാണെങ്കിലും ശരി, നല്ല വലിപ്പമുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. ഞാൻ ടോട്ടലി സർപ്രൈസ് ആയി. കാരണം ഇത്രയും വലിയൊരു ക്ഷേത്രമാണോ ഈ ഒരു ശ്രീ മൂഴിക്കുളത്ത് ലക്ഷ്മണ സ്വാമി ടെമ്പിൾ എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പിന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം കൂടെയാണ്. അതായത് ലക്ഷ്മണസ്വാമി മഹാവിഷ്ണുവിനെ ആരാധിച്ചിരുന്ന ഒരു സ്ഥലം കൂടെയാണ് ശ്രീ മൂഴിക്കുളം എന്ന് പറയുന്നത്. അതുമല്ലാതെ 108 വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം കൂടെയാണ്. കേരളത്തിൽ 13 വിഷ്ണു ക്ഷേത്രങ്ങളാണ് ഉള്ളത്. അതായത് 108 വിഷ്ണു ക്ഷേത്രങ്ങൾ മൊത്തം ഉണ്ട് ഈ ലോകത്ത്. ഈ ലോകത്തിൽ നമുക്ക് 106 മനുഷ്യനെ കൊണ്ട് പോകാൻ പറ്റുള്ളൂ. 2 ആ, പുറത്താണ്. അതായത് പുറത്ത് മീൻസ് ഈ ലോകത്തിന് പുറത്താണ്. അതായത് മഹാവിഷ്ണുവിൻ്റെ സന്നിധിയിലാണ് ആ 2 സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ആധികാരികമായിട്ട് പറയുന്നില്ല. കാരണം ഈ 108 ക്ഷേത്രങ്ങളും അതോടൊപ്പം കേരളത്തിൽ എത്ര ക്ഷേത്രമുണ്ട്, പിന്നെ നമ്മുടെ ഈ ഒരു ശ്രീ മൂഴികുളം ക്ഷേത്രം എത്രമാത്രം പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ഷേത്രത്തിലെ തന്നെ മേൽശാന്തി നമ്മളോട് പറഞ്ഞു തരും. അദ്ദേഹം വളരെ നൈസായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈഗോയോ അഹങ്കാരമോ ഒന്നുമില്ലാതെ ഒരു പാവം മനുഷ്യൻ. കാരണം നമ്മൾ ഒന്ന് ചോദിച്ചായിരുന്നു, ഈ ഒരു ക്ഷേത്രത്തിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാമോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ അദ്ദേഹം ഒരു മടിയും കാണിക്കാതെ നമ്മളോട് ഈ ക്ഷേത്രത്തിനെക്കുറിച്ച്, ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിനെക്കുറിച്ച്, ഈ ഒരു നാലമ്പല യാത്രയെക്കുറിച്ച്, അതോടൊപ്പം എങ്ങനെ ഈ ഒരു ക്ഷേത്രം 108 ക്ഷേത്രങ്ങളിൽ ഒന്നിലേക്ക് വന്നു എന്ന കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. എനിക്ക് മൈൻഡിൽ ഒരു വിഷമമുണ്ടായി. ഈ 4 ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് ആധികാരികമായിട്ട് ആ ഒരു 4 അമ്പലത്തിനെക്കുറിച്ച് സംസാരിക്കാൻ ആരെയും കിട്ടിയില്ലല്ലോ എന്നൊരു ചെറിയൊരു വിഷമം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ചു. അതായത് കറക്റ്റ് 4-മത്തെ ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോൾ ഈ ക്ഷേത്രത്തിലാണ് മേൽശാന്തി കൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നമ്മളോട് സംസാരിച്ചു. കുറച്ച് സമയം നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തന്നു. അതായത് 108 വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ്, ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം. അപ്പോൾ നമുക്ക് എന്തായാലും അദ്ദേഹം പറയുന്നത് കേൾക്കാം. നമ്മുടെ ഭഗവാൻ ലക്ഷ്മണ പെരുമാളിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ലക്ഷ്മണ പെരുമാളിൻ്റെ ശ്രീകോവിലാണ് കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ത്രേതായുഗത്തിൽ ലക്ഷ്മണൻ വന്ന സ്ഥലമാണ് ഈ ഈ തിരുമൂഴിക്കുളം എന്ന സ്ഥലം. കാരണം ത്രേതായുഗത്തിൽ ആദ്യം ഈ നമ്മുടെ ഇവിടെ നദി ഒഴുകുന്നുണ്ട്, ചാലക്കുടി പുഴ എന്ന് നിങ്ങൾ പറയുന്ന ഇപ്പോഴത്തെ ചാലക്കുടി പുഴയുടെ ഫസ്റ്റ് പേര് പൂർണ്ണാനദി എന്നാണ്. പൂർണ്ണാനദിക്കരയിൽ ഹരിതമഹർഷി തപസ്സിരുന്നു. അദ്ദേഹത്തിന് വിഷ്ണു ദർശനം കിട്ടി. വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തിന് ഒരു മൊഴി ചൊല്ലിക്കൊടുത്തു. ശ്രീ സൂക്തം എന്ന് പറയും, സൂക്തങ്ങൾ ചൊല്ലിക്കൊടുത്തു. ആ സൂക്തങ്ങൾ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ശ്രീസൂക്തിനാഥനായ വിഷ്ണു ഇവിടെയുണ്ട്. ആ ശ്രീസൂക്തിനാഥനെ കാണാൻ വേണ്ടി ലക്ഷ്മണൻ പഞ്ചവടിയിലിരിക്കുന്ന സമയത്ത് രാമനോട് നുണ പറഞ്ഞല്ലോ എന്ന സങ്കടത്തിൽ ഇവിടെ വരുവാണ്. രാമനോട് നുണ പറഞ്ഞെന്തെന്ന് വെച്ചാൽ ഭരതൻ സേനയും കൊണ്ട് തന്നെ കണ്ടപ്പോൾ രാമൻ്റെ മനസ്സിൽ തോന്നി കൈകേയി പറഞ്ഞു വിട്ടതാണ്, കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് എന്ന് തോന്നുകയും രാമനോട് പോയി ഉണർത്തിക്കുകയും രാമൻ പറയുകയാണ്, നീ ഒന്നും മനസ്സ് ചിന്തിക്കേണ്ട, ഭരതൻ വന്ന് അപ്പോൾ നമുക്ക് ആലോചിക്കാം എന്ന് പറയുകയും. എന്നാൽ ഭരതൻ വന്ന് പാദസേവ ചെയ്യണം കണ്ടപ്പോൾ ലക്ഷ്മണ മനസ്സിൽ സങ്കടം തോന്നി, ഞാൻ എൻ്റെ ജ്യേഷ്ഠനോട് നുണ പറഞ്ഞല്ലോ എന്ന്. ആ സങ്കടത്തിന് പരിഹാരമായി വിഷ്ണു പൂജയ്ക്ക് വേണ്ടി ഇവിടെ ഈ പറഞ്ഞ ഈ തിരുമുഴിക്കളത്ത് വന്ന്, തിരുമുഴിക്കളം എന്നാണ് ഫസ്റ്റ് പേര്, തിരുമുടി ജോലിപോയ കളം എന്നാണ് ഫസ്റ്റ് പേര്. തിരുമുഴിക്കളത്തപ്പൻ്റെ, അതായത് വിഷ്ണുനാഥൻ ശ്രീസൂക്തിനാഥനെ വിഷ്ണു ഇവിടെയുണ്ട്. ആ ശ്രീസൂക്തിനാഥനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്ന് മണ്ഡപം കിട്ടി. ഈ ശ്രീകോവിലിൻ്റെ ഫൗണ്ടേഷൻ ലക്ഷ്മണൻ എന്നാണ് വിശ്വാസികൾ പറയുന്നത്. പഴയ കാലത്ത് ഏതായത്തിൽ ലക്ഷ്മണൻ വന്ന് മണ്ഡപം കിട്ടിപ്പോയി. ആ മണ്ഡപത്തിലിരുന്ന ലക്ഷ്മണൻ ഇവിടെ തപസ്സിരുന്നു വിഷ്ണു ഭഗവാന് വേണ്ടി. അതുകൊണ്ട് ഈ മണ്ഡപമാണ് പിൻകാലത്ത് ഈ ലക്ഷ്മണ പീഠം ഇരിക്കുന്ന, ലക്ഷ്മണ ബിംബം ഇരിക്കുന്ന പീഠമായി വന്നത്. അതുകൊണ്ട് ഫൗണ്ടേഷൻ ലക്ഷ്മണൻ എന്നാണ് അറിയപ്പെടുന്നത്.
അപ്പോൾ ലക്ഷ്മണൻ എങ്ങനെ ഇവിടെ വന്നെന്ന് വെച്ചാൽ ആദിശേഷനായിരിക്കുന്ന അവതാര സമയം ലക്ഷ്മണൻ 14 വർഷം ഉപവാസം എടുത്തു. ആഹാരമില്ല, ഉറക്കമില്ല, ജലമില്ല. അപ്പോൾ ആ സമയത്താണ് ഇവിടെ വന്നതുകൊണ്ട് ഈ ദേശത്തിന് സർപ്പദോഷം ഉണ്ടാകില്ലെന്നും ഇവിടെ വന്ന് ഭക്തന്മാർ സേവിക്കുന്ന തീർത്ഥത്തിന് മണിതീർത്ഥം എന്ന പേര്, ആ മണിതീർത്ഥം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന സർപ്പദോഷം ഉണ്ടാകുന്ന കുരുക്കളെല്ലാം പോകുമെന്നും, ഡിസീസ് എന്നാണ് പറയുന്നത്, എനി ഡിസീസ് എന്നാണ് തമിഴ് പുരാണത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഡിസീസ് എല്ലാം പോകുമെന്നും, പിന്നെന്തെന്ന് വെച്ചാൽ ഇവിടെ ആരും സർപ്പം കടിച്ച് മരിക്കില്ലെന്നും കൂടി വിശ്വസികൾ പറയപ്പെടുന്നു. പഴയ രാജപ്രമാണത്തിൽ പറയപ്പെടുന്നു. കാരണം ആദിശേഷനായിരിക്കുന്ന ലക്ഷ്മണൻ ഒരു സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ തനിയെ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും ജ്യേഷ്ഠൻ്റെ കൂടെ പോയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ മാത്രം ജ്യേഷ്ഠനെ വിട്ട് കുറച്ച് നാൾ ആ മനവശം പരിതാപത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് പീഠം കെട്ടി തപസ്സിരുന്നു എന്നാണ് പ്രാചീന ത്രേതായുഗത്തിലെ കഥ. ശേഷം നമ്മുടെ ദ്വാപരയുഗത്തിൽ കൃഷ്ണൻ വിഷ്ണുവിനെ കാണാൻ വേണ്ടി, വിഷ്ണു ദർശനം, കൃഷ്ണൻ അറിഞ്ഞുകൂടാ, നമുക്കോ അറിഞ്ഞുകൂടാ, നാമെല്ലാം വിഷ്ണു അവതാരങ്ങളാണ്. അങ്ങനെ വിഷ്ണുവിനെ കാണാൻ വേണ്ടി കൃഷ്ണൻ്റെ മുന്നായ അവതാരങ്ങളെ രാമലക്ഷ്മണന്മാരെ 4 വിഗ്രഹം മനസ്സിൽ വെച്ച കൊത്തിരൂപം ഉണ്ടാക്കി എന്ന് പറയും. അങ്ങനെ ഈ വിഗ്രഹത്തിന് പ്രമാണം വെച്ചാൽ അമാനുഷ്യ വിഗ്രഹം എന്നാണ് ഈ 4 വിഗ്രഹങ്ങൾ നമ്മൾ പഴയ പ്രമുഖർ പറയുന്നത്. അമാനുഷ്യ വിഗ്രഹം കൃഷ്ണൻ മനസ്സിൽ വെച്ച രൂപമാണ്. അന്നത്തെ കാലത്ത് ശില്പി ആരുമില്ല. അപ്പോൾ കൃഷ്ണൻ സ്വയംഭൂവായിട്ട് മനസ്സിൽ കൽപ്പിച്ച രൂപങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ നാലമ്പലത്തിൽ കാണുന്ന വിഗ്രഹങ്ങൾ. അപ്പോൾ ഈ വിഗ്രഹങ്ങൾ വെച്ച് പൂജിച്ച് കൃഷ്ണൻ വിഷ്ണുവിനെ കണ്ടു എന്ന് പറയുന്നു. ശേഷം കലിയുഗത്തിൽ ദ്വാരക സമുദ്രത്തിൽ മുങ്ങിപ്പോയപ്പോൾ ദ്വാരകയിൽ ഈ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളെല്ലാം ഈ നദിയിലേക്ക് ഒഴുകി വരികയും നദിയിൽ വന്ന് മുക്കുവന്മാർക്ക് ലഭിക്കുകയും, മുക്കുവന്മാർ അന്നത്തെ രാജാവ് വാക്കയിൽ കൈമൾ എന്ന് പറയും, ആ വാക്കയിൽ കൈമൾ ഏൽപ്പിക്കുകയും, വാക്കയിൽ കൈമൾ അന്നത്തെ ജ്യോതിഷനെ വിളിച്ചു ചോദിച്ചപ്പോൾ ജ്യോതിഷൻ പറയുന്നത് ഇതിനെല്ലാം നദീകരത്തിൽ തന്നെ പ്രതിഷ്ഠിക്കണമെന്നും, ശേഷമാണ് നമ്മുടെ നദിക്കരയിൽ കാണുന്ന തൃപ്രയാറ്, കൂടൽമാണിക്യം, ശത്രുഘ്ന നക്ഷത്രമാണ് 3 നക്ഷത്രങ്ങൾക്ക് സ്ഥലം രാജാവ് കണ്ടെത്തി. പ്രകാരം പക്ഷേ ലക്ഷ്മണസ്വാമിക്കുള്ള ഈ സ്ഥലം കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിന് പിന്നെ ഒരു ദിനം ഭഗവാൻ ഈ വിഗ്രഹം കയ്യിരിക്കുമ്പോൾ ഒരു ദിനം അദ്ദേഹത്തിന് സ്വപ്നദർശനം കൊടുത്തു എന്ന് പറയുന്നത്, എവിടെ നദിയിൽ ആനമയിൽ ആടി വരുന്നോ അവിടെ ഒരു മണ്ഡപം ഉണ്ടെന്ന്. അങ്ങനെ ആന ഓടി വന്നപ്പോഴാണ് ഈ മണ്ഡപം അദ്ദേഹം കാണുന്നത്, രാജാവ് കാണുന്നത്. ത്രേതായുഗത്തിൽ വെച്ചുപോയ മണ്ഡപം ദ്വാപരയുഗം, കലിയുഗം 3 യുഗങ്ങൾക്ക് പിന്നെ കാടും നദിയും ഓടിപ്പോയതിനാൽ കാണപ്പെടുന്നില്ല. ശേഷം പക്ഷേ ആന ഓടി വന്നപ്പോൾ ഈ മണ്ഡപം കാണിച്ചു കൊടുത്തു. അങ്ങനെ ആനയെ ആദ്യം അകത്തിരുത്തി, ഗണപതിയാണ് അകത്തി, തെക്ക് വശത്ത് നമ്മുടെ കൊട്ടാരക്കര പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു ഗണപതി അകത്ത് തെക്ക് വശത്തിരിപ്പുണ്ട്. ആ ഗണപതിയെ പ്രതിഷ്ഠിച്ച ആദ്യം. ശേഷം ആന അപ്രത്യക്ഷമായി പോയെന്നും അതിനുശേഷമാണ് ലക്ഷ്മണനെ ഈ പീഠത്തിൽ സ്ഥാപിച്ചതെന്നും പഴയ കാലത്ത് രാജപ്രമാണത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ തിരുമൂഴിക്കുളം അമ്പലത്തിൻ്റെ പഴയ പേര് തിരുമൂഴിക്കളത്തപ്പൻ എന്നും ഇപ്പോൾ തിരുമൂഴിക്കുളത്തപ്പൻ. കുളത്തപ്പന് കുളത്തിൽ കിട്ടിയ വിഗ്രഹമായതുകൊണ്ടാണ് തിരുമൊഴി പോയി ചൊല്ലിപ്പോയ സ്ഥലം. തിരുമൊഴി എന്ന് പറഞ്ഞാൽ ശ്രീ സൂക്തം, അതാണ് തിരുമൊഴി. ആ തിരുമൊഴി പോയി സ്ഥലത്ത് ലക്ഷ്മണൻ വന്നു. അതാണ് എൻ്റെ ഐതിഹ്യം പറയുന്നത്. ഇതാണ് എൻ്റെ ഭഗവാൻ വിഗ്രഹത്തിൻ്റെ ആ നാലമ്പല കഥയും നമ്മുടെ ദിവിദേശത്തിൽപ്പെടുന്ന ക്ഷേത്രം കൂടിയാണിത്. 108 ദിവിദേശ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ലക്ഷ്മണ പെരുമാളിൻ്റെ ഈ തിരുമൂഴിക്കുളം. 13 മലനാട് ദിവിദേശം നമ്മുടെ കേരളത്തിലുണ്ട്. അത് തിരുനാവായ, തിരുമിത്തക്കോട്, തിരുമൂഴിക്കുളം, തിരുക്കാക്കര, തിരുവൺവണ്ടൂർ, തൃക്കൊടിത്താനം, തിരുപ്പുലിയൂർ, തിരുച്ചിറ്റാറ്റ്, തിരുവല്ലവം, തിരുവാറന്മുള, തിരുവനന്തപുരം, തിരുവട്ടാർ, തിരുപ്പതിസാർ, അങ്ങനെ 13 നാഗർകോവിൽ വരെ 13 മലയാള നാട്ടിൽ ദിവിദേശങ്ങളുണ്ട്. അതിൻ്റെ ഐതിഹ്യം എന്താ വെച്ചാൽ തിരുനാവായ നോക്കിക്കഴിഞ്ഞാൽ നാഗർകോവിൽ അങ്ങിരിക്കുന്ന തിരുവട്ടാർ വരെ 13 ശ്രീകോവിലെയും ഈ മുകളിൽ കാണുന്ന പുഷ്പവിമാനം എന്നാണ് തമിഴ്മാർ പറയുന്നത്, ആ വിമാനം കാണാൻ പറ്റുന്ന 13 ഒരേ ദിശയിൽ ഭഗവാൻ വിഷ്ണു കാലുകുത്തിപ്പോയ സ്ഥലങ്ങളെന്നാണ് തമിഴന്മാർ അല്ലെങ്കിൽ നമ്മുടെ പ്രാചീനർ വിശ്വസിച്ചിരിക്കുന്ന കാലം. അതുകൊണ്ട് ഈ 13 മലനാട് ദിവിദേശം കാണാൻ വേണ്ടി ഒരു വർഷം ലക്ഷക്കണക്കിന് തമിഴന്മാർ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു. അതാണ് ഇതിൻ്റെ ദിവിദേശ പ്രമാണം. ലോകത്ത് 108 ക്ഷേത്രങ്ങളിൽ 106 നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റും. ഇന്ത്യ വിട്ടൊരെണ്ണം അത് 105, ഒരെണ്ണം ഇന്ത്യ വിട്ട് പുറത്ത് നേപ്പാൾ. ബാക്കി കേരളത്തിൽ 13, തമിഴ്നാട് 82, 8 ഉത്തർപ്രദേശ്, 2 ആന്ധ്രാപ്രദേശ്, തിരുപ്പതിയും അഹോബിലവും, ബാക്കി ഒരെണ്ണം നേപ്പാൾ, മുക്തിനാഥ്. അങ്ങനെ 106 നമുക്ക് ലോകത്ത് കാണാൻ പറ്റും. ബാക്കി 2 ഭഗവാന്റെ പാൽക്കടലും വൈകുണ്ഠമാണ്. അത് ഭഗവാൻ തന്നെ നമ്മളെ അങ്ങോട്ട് വിളിക്കണം, അപ്പോഴേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 106 കാണാൻ വേണ്ടി നമ്മുടെ പ്രാചീനർ വന്നു പോകുന്ന ഒരു ദിവ്യക്ഷേത്രം കൂടിയാണിത്. ഇവിടെ ഇരിക്കുന്ന വിഗ്രഹത്തിന് വേറെ പ്രധാനം കൂടിയുണ്ട്. ലക്ഷ്മണ വിഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 വിഗ്രഹങ്ങൾ 4 വിഗ്രഹങ്ങളിൽ ഒന്നാണെങ്കിലും ഈ ലക്ഷ്മണ വിഗ്രഹത്തിന് പ്രത്യേകത വെച്ചാൽ ശംഖുചക്രം വിഷ്ണുവിൻ്റെയും താഴെ കയ്യിൽ സർപ്പരൂപവനായിരിക്കും, സർപ്പത്തെ പിടിച്ചിരിക്കുന്ന ആദിശേഷ രൂപം കൂടിയാണ്. കോദണ്ഡമാണ് വലത് കയ്യിലിരിക്കുന്നത്. ദണ്ഡായുധം, കോദണ്ഡം വടി, അതിന് കോദണ്ഡം കൊടുത്തിരിക്കുന്ന കൈ. അങ്ങനെ ലക്ഷ്മണൻ ആദിശേഷനായിരിക്കുന്ന രൂപം കൂടിയാണ് ഈ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത. ലക്ഷ്മണൻ ഓരോ സ്ഥലത്ത് മാത്രം ഇങ്ങനെ വിഗ്രഹമുള്ളൂ. ബാക്കി എല്ലായിടത്തും ലക്ഷ്മണ രൂപങ്ങൾ ശംഖുചക്രമായിരിക്കാം. പക്ഷേ ഇവിടെ മാത്രം ആദിശേഷനായിരിക്കുന്ന ലക്ഷ്മണ വിഗ്രഹം കൂടിയാണ് ഈ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു വിശേഷം എന്ന് വെച്ചാൽ പുറകുവശത്ത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് വെളിയിൽ ഗോശാല കൃഷ്ണനുണ്ട്. ഗോശാല കൃഷ്ണൻ, രവി കൃഷ്ണൻ ഇവിടെ രാജകാലത്തും ഇപ്പോഴത്തെ കാലത്തും വിവാഹം നടത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു പോകുന്ന ആൾക്കാർക്ക് വിവാഹം നടക്കും. പക്ഷേ വിവാഹം നടക്കുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ വെച്ച് താലി കെട്ടാൻ പാടില്ല. ലക്ഷ്മണൻ സ്വാമിയുടെ മുമ്പിൽ വെച്ച്, ലക്ഷ്മണ പെരുമാളിൻ്റെ മുമ്പിൽ വെച്ച് കെട്ടാത്തതിന് കാരണം വെച്ചാൽ ലക്ഷ്മണൻ തനിയെ വന്ന സ്ഥലമായതുകൊണ്ട്, ഊർമിള വിട്ട് വന്ന സ്ഥലമായതുകൊണ്ട്
ഇവിടെ വെച്ച് നടത്താൻ പാടില്ല. അതിന് മറുപടിയായ രീതിയിൽ ക്ഷേത്രത്തിന് അഭിമുഖമായിട്ട് അപ്പുറത്ത് ഗോശാല കൃഷ്ണനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കൃഷ്ണൻ്റെ മുമ്പിൽ താലികെട്ടിയ ശേഷം വേണം ഭഗവാനെ കാണാനായിട്ട്. അങ്ങനെ ഐതിഹ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഗോശാല കൃഷ്ണൻ്റെ രൂപത്തിൽ തൊട്ടിൽ കെട്ടുന്നതും സന്താന സൗഭാഗ്യത്തിനും വിശേഷമാണെന്നും കൂടി പ്രാചീനർ വിശ്വസിച്ച് പോരുന്നു. അങ്ങനെ ഒരു വിഷ്ണു സങ്കേതം തന്നെയാണ് ഈ ക്ഷേത്രം. അദ്ദേഹം പറഞ്ഞ ഗോശാല കൃഷ്ണൻ്റെ ആ ഒരു അമ്പലം, അതായത് അകത്തുള്ള നമ്മുടെ ഉപപ്രതിഷ്ഠ എന്ന് പറയത്തില്ലേ? അതായത് ലക്ഷ്മണസ്വാമി കഴിഞ്ഞിട്ടുള്ള കൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണ് ഈ ഒരു പ്രതിഷ്ഠ. ഇവിടെ വച്ചിട്ടാണ് കല്യാണം നടക്കുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞ കണക്ക് ലക്ഷ്മണസ്വാമി ഭാര്യയെ പിരിഞ്ഞ് വന്നിരിക്കുന്നത് കൊണ്ട് ലക്ഷ്മണസ്വാമിയുടെ ഫ്രണ്ടിൽ വെച്ച് അല്ലെങ്കിൽ മുന്നിൽ വെച്ച് നമ്മൾ കല്യാണം നടത്താറില്ല. കല്യാണം കൃഷ്ണൻ്റെ മുന്നിൽ വെച്ച് നടത്തിയിട്ട് ലക്ഷ്മണസ്വാമിയെ പോയി തൊഴുന്നതും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് മാറി നിന്നപ്പോഴത്തേക്കും ഈ അമ്പലത്തിലെ പുറത്തെഴുന്നള്ളിപ്പ് അല്ലെങ്കിൽ ശീവേലി അവിടെ വരുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ പോയ ശ്രീരാമസ്വാമിയുടെ ശീവേലിയും കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ വന്ന് ലക്ഷ്മണസ്വാമിയുടെ ശീവേലിയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം മൊത്തം ഒരു ബ്ലെസ്ഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ആ ലെവല്, അതായത് ദൈവം അനുഗ്രഹിച്ച ദിവസമായിരുന്നു. എന്തായാലും നാലമ്പല യാത്ര ഇത്രയും ബ്യൂട്ടിഫുള്ളായി തീർന്നു. പക്ഷേ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം കർക്കിടകം അല്ലെങ്കിൽ രാമായണ മാസമല്ല ഞാൻ ഈ നാലമ്പല യാത്ര പോയത്. എനിക്ക് അത്രയും ക്രൗഡിനെ ഫേസ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണ്. പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എല്ലാ വർഷവും ഈ നാലമ്പല യാത്രയ്ക്ക് ഈ ഒരു സന്നിധിയിലേക്ക് വരുന്നത്. അത്ര ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു നാലമ്പല യാത്രയ്ക്കുള്ളത്. അതായത് രാമായണ മാസം നമ്മൾ ഉറപ്പായിട്ടും ഈ 4 അമ്പലങ്ങളിലും പോയിരിക്കണം എന്നാണ് പറയുന്നത്. കർക്കിടക മാസം അങ്ങനെയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ അമ്പലത്തിലേക്കും പോകാൻ ശ്രമിക്കുക. നാലമ്പല യാത്ര നല്ലൊരു യാത്രയായിട്ട് തീരട്ടെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ് ചെയ്യുക. ഞാനൊരു ട്രാവലോഗ് പോലെയാണ് പറഞ്ഞു പോയത്. അതിനെക്കുറിച്ച് എനിക്ക് ഹിസ്റ്ററി അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. പക്ഷേ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഒരാളുണ്ടെങ്കിൽ അതാണ് ബെറ്റർ ഞാൻ പറയുന്നതിനേക്കാളും. അപ്പോൾ ഞാൻ പൊതുവെ അവിടുത്തെ എനിക്ക് ക്യാച്ചിങ് ആയിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സും കുറച്ച് കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ നാലമ്പല യാത്ര പോയിട്ടുണ്ടോ? നാലമ്പല യാത്രയ്ക്ക് പോവാൻ തയ്യാറെടുക്കുന്നവരാണോ? അതോ നാലമ്പല യാത്രയെക്കുറിച്ച് എൻ്റെ വീഡിയോ കണ്ടിട്ടാണോ ആദ്യമായിട്ട് അറിയുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഉറപ്പായിട്ടും ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ മനുഷ്യനാണ്, എനിക്കും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നേക്കാം. എനിക്ക് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ ഈ ഒരു അമ്പലങ്ങളെക്കുറിച്ച് നോർമലായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ കുറച്ച് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. ഞാൻ എൻ്റെ ടോൺ ഇങ്ങനെയാണ്. ഒരു സാധാ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്ന ഒരു ലെവലാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സെൻസിലെടുക്കുക. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതേപോലത്തെ നിരവധി വീഡിയോസ് ഇനി ചാനലിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതാണ് ഈ ഒരു അമ്പലത്തിലെ കൂത്തുപര. ഈ കൂത്തുപരയിൽ വെച്ചിട്ടാണ് പല പല കലകൾ പ്രദർശിപ്പിക്കുന്നത്. അതായത് കൂത്ത് നടക്കാറുണ്ട്. ഓട്ടംതുള്ളൽ പോലുള്ള പല പല കൂത്തുകൾ ഈ ഒരു കൂത്തുപരയിൽ വെച്ചിട്ടാണ് ഇവിടെ നടക്കാറുള്ളത്. കൂത്തുപരയിൽ നമ്മൾ കയറിയായിരുന്നു. അകത്തോട്ട് കയറിയില്ല. ഫുള്ളും അവർ നെറ്റടിച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ പതുക്കെ പോയി നോക്കി. നമ്മളടുത്ത് പോയി നോക്കാൻ പറഞ്ഞായിരുന്നു. പിന്നെ വെറുതെ നെറ്റ് എന്തിനാണ് പൊളിച്ച് കയറുന്നതെന്ന് പറഞ്ഞിട്ടാണ് ജസ്റ്റ് അതൊന്ന് തുറന്ന് ഒന്ന് നോക്കിയത്. കൂത്തുപര നല്ല വലിയ കൂത്തുപരയാണ്. ഈ കൂത്തുപരയിൽ ലക്ഷ്മണസ്വാമി ഭജിച്ചിരുന്നു എന്നൊരു സങ്കല്പം കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വർഷത്തെ നാലമ്പല യാത്ര പൂർത്തിയാക്കി ഞാൻ ആ ഒരു അമ്പലത്തിൽ നിന്നിറങ്ങി. ഇനി വീണ്ടും വരണമേ എന്ന പ്രാർത്ഥനയോട് കൂടിയാണ് ഈ ഒരു ശ്രീ മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നല്ല സംതൃപ്തിയോടെയാണ് ഞാൻ ഇറങ്ങിയത്. കാരണം അപ്രതീക്ഷിതമായിട്ട് എൻ്റെ യാത്രയിൽ 108 ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം ആയിട്ടുണ്ടായിരുന്നു. 108 വിഷ്ണു ക്ഷേത്രത്തിൽ. അപ്പോൾ എനിക്കാണത് അനുഗ്രഹമായത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.